നിങ്ങളെ തന്നെ വരാൻ. ഞങ്ങൾ എല്ലാം പിന്നെ പറയാം. ആദ്യം പിള്ളേർക്ക് എന്തെങ്കിലും വെച്ചുകൊട്. ദാരിയും സാധനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ ഇത്ര മിഴിച്ചു നോക്കാൻ? കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വെച്ചു കൊടുക്കൂ. വരൂ. ആ, ഞങ്ങൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. സർക്കാരിൽ നിന്ന് അയച്ചതാണാവോ? സർക്കാരിന് ഇതിനൊക്കെ എവിടാ നേരം? തമ്മിത്തല്ല് തീർക്കാൻ തന്നെ നേരമുണ്ടോ? ഇതെന്റെ വകയാ, എന്നാലാകുന്നൊരു സഹായം. സാറിന് ദൈവം പറഞ്ഞയച്ചതാ. പണിയില്ലാതെ ഞങ്ങൾ കിടന്ന് കഷ്ടപ്പെടുക. പണിയുടെ കാര്യമൊന്നും പറയണ്ട. പഠിപ്പുള്ളവരെ തെണ്ടിത്തിരിയ. സാറ് വിചാരിച്ച ഞങ്ങൾക്ക് എന്തേലും. ഞാൻ വിചാരിച്ച ഇപ്പൊ എന്ത് ജോലിയാ തരാൻ പറ്റുക? എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാ സാർ. പട്ടിണി കിടന്ന് മടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വഴി ഉണ്ടാക്കാം. ആദ്യം ഇതൊക്കെ ഇറക്കി വെക്കേ. ആ ബാബാ. നീ ആരാടാ ചോദിക്കാൻ? അപ്പനപ്പൂവന്മാര് കഷ്ടപ്പെട്ട് സ്വാതന്ത്ര്യമായത് ചുമ്മാ തരടാ. ആർക്കും എന്തും ചെയ്യാനാ. കുടിക്കാനീ നീർക്കോലി മാധവനെ കണ്ട് പഠിക്കടാ. എത്ര കുടിച്ചാലും ഒരു തുള്ളിത്തേരി എന്റെ നാവിൽ നിന്നും വരില്ലടാ നായിന്റെ മക്കളെ. ഞാൻ സ്വന്തം കൈ കൊണ്ട് വാറ്റിയാടാ കുടിക്കുന്നത്, അല്ലാതെ ചാരായ ഷാപ്പിൽ കയറി നെരങ്ങിയിട്ടല്ല. ഞാൻ ഇനിയും കുടിക്കും, വാറ്റുകയും ചെയ്യും. എന്റെ കുലത്തുകയാണ് വാറ്റ്. എന്തായത്? പബ്ലിസിറ്റി ആയിരുന്നു മുതലാളി. ഈ പരാക്രമം കാണുമ്പോ ആളുകൾ ചോദിക്കും ഈ ഉഗ്രം സാധനം എവിടെന്ന് അടിച്ചോ. എന്റെ സ്വന്തം മാറ്റാണെന്ന് അറിയുമ്പോ ഡിമാൻഡ് കൂടും. വീര്യൻ നാട്ടുകാരെ കാണിച്ചതാണേ. എങ്ങോട്ടാണാവോ? സ്വർഗത്തിലേക്ക്. നേരോ? എങ്കിൽ എന്റെ ഭാര്യയും കൂടി വിളിക്കാം മുതലാളി. അവൾ ഇതുവരെ സ്വർഗം കണ്ടിട്ടില്ല. അല്ല, മുതലാളി വിചാരിച്ച മനുഷ്യനെ ഓടലോടെ സ്വർഗത്തിലേക്ക് അയക്കാനാ പ്രയാസം. ഓ, ചാരായ മാറ്റിയ പിന്നെ പാരാണ് വരുന്നത്. നിന്ന് ചരക്കാതെ കണ്ണൂർന്ന് പഠിക്കാൻ നോക്ക്. ദാരിദ്ര്യം തുടച്ചു നിൽക്കാൻ നമ്പീശം മുതലാളി സംഘടിപ്പിച്ച ഈ പട്ടമഹോത്സവം ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. സർവരാജ്യ ചാരായവും നമ്പീശം മുതലാളിക്ക്. മാധവ മാറ്റിയ ചാരായം കുടിച്ചാൽ ഈ 18 ലോകം ഒരുമിച്ച് കാണാം. നാം കുടിക്കുന്നതോ ഒരു കുപ്പി ചാരായം, കാണുന്നതോ 18 ലോകം. ഉഗ്രസാധനം തന്നെയാ. മണത്തപ്പഴിക്കാൻ ചൂടായി. വല്ലാത്തൊരു മാഷ്. മാഷോ? അപമാനിക്കുന്നു. അങ്ങനെ 4 അക്ഷരം പഠിക്കാനോ പഠിപ്പിക്കാനോ ഉള്ള വിവരക്കേട് ഞാൻ കാണിച്ചിട്ടില്ല. പെറ്റിട്ടത് ഈ വെള്ളത്തിലേക്കാ. അതുകൊണ്ടല്ലേ നാട്ടുകാരെന്നെ സ്നേഹിച്ച് വിളിക്കുന്നത് നീർക്കോലിന്ന്. പഠിപ്പിക്കുന്നവരെയൊക്കെ മാഷെന്നല്ലേ വിളിക്കുന്നത്? ഞങ്ങളെ വാറ്റാൻ പഠിപ്പിച്ചത് ആരാ? അങ്ങനെയാണോ? എങ്കിൽ വിളിക്കുമ്പോ പിശുക്ക് വേണ്ട, ഹെഡ് മാഷ് എന്ന് തന്നെ വിളിച്ചോളൂ. എന്ത് മാഷ്? ഹെഡ് മാഷ്. ആ, ബുദ്ധിയുള്ള മാഷ് പട്ടമാഷ്, ബുദ്ധി ഇല്ലാത്ത മാഷ് മിടുക്കന്മാര്. ഞങ്ങളിത് മുതലാളിക്ക് കൊണ്ടുപോവാ. അയാൾ ആരെ? ദൈവോ? ഞങ്ങൾക്ക് മുതലാളി ദൈവം തന്നെയാ. പട്ടിണി കിടന്നപ്പോ മുതലാളി ഉണ്ടായിട്ടുള്ളൂ സഹായിക്കാൻ. നിന്റെ ഒരു ഉടുക്കത്തെ വാച്ച് ഞങ്ങളുടെ ചോറാണിത്.
കെട്ടിയോൻ എനിക്ക് തന്നതിന് ഞാൻ നിനക്ക് എന്തെങ്കിലും പകരം തരാതിരുന്നാൽ മോശമല്ലേ? ഉം? അമ്മ പോലീസുകാർ കൊല്ലുന്നു. പോലീസുകാരെ ഞാൻ കണ്ണുമടച്ച് വിശ്വസിച്ചു. നന്ദിയില്ലാത്ത വകകൾ. ഞങ്ങൾക്കൊരു പിടിയില്ല മുതലാളി. നിങ്ങൾ സമാധാനമായിരുന്നാട്ടെ. ആരും ഇനി നിങ്ങളെ ശല്യം ചെയ്യാൻ വരില്ല. മുതലാളി, ഞാനല്ലേ പറയുന്നത്. ധൈര്യമായി നിങ്ങൾ പണി നോക്കൂ. മോളെ, മാരാ, ശവസംസ്കാരം കഴിഞ്ഞ ഇവരെ ഞാൻ കൊണ്ടുപോകും നാട്ടിലേക്ക്. ഇനി ഇവരെന്റെ മക്കളാ. മുതലാളി, മുതലാളി, മക്കൾ എന്റെ കൂടെ വരില്ലേ? ഇനി ഞാനാ നിങ്ങളുടെ അമ്മയും അച്ഛനും എല്ലാം. എന്താ, ഇവരെ എന്റെ കൂടെ അയക്കില്ലേ? മുതലാളി, മക്കളെ. കാറമ്പാറ തിരങ്ങിയോ? അവലിനറി കാറമ്പാറ ഇറങ്ങാൻ നേരം തിരങ്ങിയോ? ആരാണോളെ? പറഞ്ഞ മനസ്സിലാവില്ലേ? ഗവൺമെന്റ് തരാതെ ഞാൻ എവിടെ നിന്ന് അരി തരാനാ? അതെന്താ മുതലാളി ഞങ്ങൾക്ക് മാത്രം അരിയില്ലാത്തത്? ഞങ്ങളുടെ മുമ്പിലല്ലേ ബാക്കിയുള്ളവർ വാങ്ങിച്ചോണ്ട് പോയത്? അതെന്റെ സൗകര്യ. സ്റ്റോക്കിൽ എന്ന് പറഞ്ഞ കേൾക്കില്ലേ? എല്ലാ ആഴ്ചയും പറയുന്നത് ഇതിനല്ലേ. അരി കിട്ടാതെ ഞങ്ങൾ പോവില്ല. എണീക്കണം. ഇവിടെ എണീക്കാൻ. ഞാൻ എണീക്കാൻ പോണില്ല. അത്രയ്ക്ക് അഹങ്കാരമായി. നല്ല കരുത്തുണ്ടല്ലോ, തിരിച്ചൊന്നും കൊടുക്കാൻ പാടില്ലേ? എന്താ അരി കൊടുക്കാത്തത്? നീ ആരെ ചോദിക്കാൻ? ചോദിച്ചാലും സമാനം പറ. അവരെ കരി വാങ്ങിക്കഴിഞ്ഞതാ. കാർഡിങ് തരൂ. കാർഡൊക്കെ ഇവിടെ വെക്കാറ് മോളെ, ഞങ്ങളുടെ കയ്യിൽ തരാറില്ല. കാർഡ് എവിടെയും കൊണ്ട് കളയും. അതാ ഞാൻ സൂക്ഷിക്കുന്നത്. കണ്ടില്ലേ, അരിയും പഞ്ചസാര ഒക്കെ ഇവര് വാങ്ങിയതാ. അയ്യോ, എന്തായി കേൾക്കണേ. ഒരു വരവരയ്ക്കേണ്ട പ്രശ്നമല്ലേ ഉള്ളു. ബില്ല് തോന്നും പോലെ എഴുതുകയും ചെയ്യാം. കരിഞ്ചന്തയിൽ മറച്ചു വിറ്റാൽ നല്ല ലാഭമാണല്ലേ. മര്യാദയ്ക്ക് ഇവർക്ക് റേഷൻ കൊടുക്കുന്ന നല്ലത്. ഇല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. ഇല്ലാത്തരി ഞാൻ എവിടുന്ന് കൊടുക്കാനാ? ഓഹോ, അരി ഉണ്ടാകുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇയാളെ എടുത്തു തരില്ല. നിങ്ങൾക്ക് അവകാശപ്പെട്ട റേഷനാ. എടുക്കാൻ ആരെയും പേടിക്കണ്ട. ചതിക്കല്ലേ പെങ്ങളെ, ഞാൻ തന്നെ കൊടുത്തോളാം. ശിവരാമകൃഷ്ണ, തൂക്കിക്കൊട്. ഞങ്ങൾക്ക് അരി കിട്ടി മോളെ. അല്ല, മോൾ എവിടുന്നാ? പറയാനായിട്ട് ഇപ്പൊ എനിക്കൊരിടമില്ല. സൗകര്യമുള്ളൊരു സ്ഥലം അന്വേഷിച്ച് നടക്കുക. അപ്പൊ മോളെ എവിടെ താമസിക്കുന്നത്? അമ്മേ,
ആ ചേച്ചി നമ്മുടെ കൂടെ പോരുന്നോന്ന് ചോദിക്കാം. ആ ഞങ്ങളുടെ കൂടി കഴിയാ. അതിന് ഇവർക്കൊക്കെ താമസിക്കാനുള്ള സൗകര്യം നമ്മുടെ അവിടെ ഉണ്ടോ? എന്റെ സൗകര്യത്തിന്റേതല്ല, നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാവും. ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. മോൾക്ക് ഇഷ്ടാണെങ്കിൽ ഞങ്ങൾക്ക് അതിൽ സന്തോഷമുള്ളൂ. വരുന്നോ?